മഞ്ചേരി കോവിലകം ഇവിടെയാണ്. ഈ പ്രോപ്പർട്ടി എല്ലാം മഞ്ചേരി കോവിലകത്തിൻ്റെയാണ് അല്ലേ. ഒരു ഭാഗത്ത് പാടം, മനോഹരമായ ആൽമരം അല്ലേ, അതിന് തൊട്ടടുത്ത് മഞ്ചേരി കോവിലകം, ചരിത്രപ്രസിദ്ധമായ മഞ്ചേരി കോവിലകം അല്ലേ. ഇപ്പം ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടല്ലോ അല്ലേ, ഉണ്ട്, അവരുടെ ബന്ധുക്കളും ഒക്കെ താമസിക്കുന്നുണ്ടാവും. നിങ്ങളിങ്ങനെ വന്ന് ഈ ആലിന്റെ ചുവട്ടിലേക്ക് ഇരിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? എല്ലാ ദിവസവും വൈകുന്നേരം ആൾക്കാരുണ്ടാവും. അപ്പോൾ ആലിന്റെ ചുവട്ടിൽ ഇരുന്ന് വർത്തമാനം പറയുക, രാഷ്ട്രീയ വർത്തമാനം പറയുക, സാമൂഹിക വർത്തമാനം പറയുക അല്ലേ. ഞാൻ ഒന്ന് രണ്ട് പേരെ പരിചയപ്പെടുത്താം. നമ്മുടെ ഇവിടുത്തെ കൗൺസിലറാണ്, പേര് സുനിത. എത്ര LDF കൗൺസിലറാണ് അല്ലേ? മഞ്ചേരി LDF ആണോ UDF ആണോ? LDF ആണ് മഞ്ചേരി അല്ലേ. മഞ്ചേരി UDF ആണ്, പക്ഷേ LDF അപ്പൊ പ്രതിപക്ഷമാണ്. എങ്ങനെയുണ്ട് മഞ്ചേരിയിലെ UDF മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തനമൊക്കെ? പ്രവർത്തനം വളരെ മോശമാണ് അല്ലേ, വളരെ മോശം. ഈ മഞ്ചേരിയിൽ മലപ്പുറത്ത് UDF കോട്ടയാണ്. അപ്പം LDF സ്ഥാനാർത്ഥി വസീഫിനെയൊക്കെ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കരുത്ത് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. 2004 ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? ഞങ്ങൾ അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക അല്ലേ. ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. 2004 ആവർത്തിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ TK ഹംസ എങ്ങനെയാണോ KP മജീദിനെ പരാജയപ്പെടുത്തിയത്, സമാനമായ രീതിയിലുള്ള ഒരു പരാജയപ്പെടുത്തൽ ഉണ്ടാവും വസീഫിനെന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ സംഭവിക്കുമോ? മലപ്പുറം UDF ഒരു ഉരുക്ക് കോട്ടയല്ലേ അല്ലേ? ആ ഉരുക്ക് കോട്ടയിൽ വസീഫിന് വിള്ളൽ ഉണ്ടാക്കാൻ പറ്റും? ഒന്നും സംഭവിക്കില്ല. ഇല്ല, ഭൂരിപക്ഷം കൂടും. 2004 ആവർത്തിക്കും. എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും ആവർത്തിക്കും. 2004 ആവർത്തിക്കും? ഇല്ല, ആവർത്തിക്കത്തില്ല. UDF കോട്ടയാണ്. അപ്പൊ നോക്കൂ, പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ഇവരുടെ ഇടയിൽ ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമേ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ, ബാക്കി കാര്യങ്ങളിലെല്ലാം ഇവർ ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യനാണല്ലേ. ഓക്കെ, ഞാനൊരു നോവലിസ്റ്റിനെ കൂടി പരിചയപ്പെടുത്താം. ശ്രീ MV ജനാർദ്ദനെ പ്രേക്ഷകർക്ക് നോവലിൻ്റെ പേര് പെരുമലയൻ എന്ന് പറയുന്ന ഒരു നോവൽ പ്രേക്ഷകർ വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടില്ലെങ്കിൽ പ്രേക്ഷകർ വായിക്കണം. ചിന്താ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചാണ്. അതിന് 2ാം പതിപ്പ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നാട്ടിലെ ഒരു നോവലിസ്റ്റ് കൂടിയാണ്. വീട് എവിടെയാ? വീട് പയ്യന്നൂരാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ താമസം ഇപ്പൊ നാട്ടുകാരനായി. നമ്മളെ നാട്ടുകാരൻ, നമ്മളെ കൂട്ടുകാരൻ. അദ്ദേഹം പെരുമലൻ നോവൽ എഴുതിയത് കണ്ണൂർ പശ്ചാത്തലത്തിലെ പൊട്ടൻ തെയ്യത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷെ ഈ നാട്ടിലെ എല്ലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളും സജീവമായിട്ട് ഇടപെടുന്നു. കുറെ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. 5ഓളം അവാർഡുകൾ കിട്ടിയ പെരുമലയൻ എന്ന നോവൽ എഴുതിയ നോവലിസ്റ്റാണ് നമുക്കൊപ്പം നിൽക്കുന്ന ശ്രീ MV ജനാർദ്ദനൻ. ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ്, പാട്ടെഴുത്ത്, നാടൻപാട്ട് പരിശീലകനാണ്, ലിറിക്സ് എഴുതാറുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ കളക്ടർക്ക് അഭ്യർത്ഥന പ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പാട്ട് പേരെന്തായിരുന്നു? പ്രശാന്ത് ജയറാം മഞ്ചേരി വളരെ പ്രശസ്തനായ നാടൻ പാട്ടുകാരനാണ് അല്ലേ. അപ്പൊ ജയറാം മഞ്ചേരിയും പ്രശാന്ത് ഞങ്ങൾ ഒരുമിച്ചാണ് പരിശീലനമൊക്കെ ചെയ്യാറുള്ളത്. ഈ നാട്ടിലെ കുട്ടികളെ ഈ നാടിനൊരു നല്ലൊരു സാംസ്കാരിക പൈതൃകമുണ്ട്. ഒരുപാട് നാടകത്തിന്റെ വലിയൊരു കേന്ദ്രമായിരുന്നു. ഇപ്പൊ നാടൻ പാട്ടിൽ നമ്മൾ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ വർഷം സംസ്ഥാന കലോത്സവത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പങ്കെടുത്ത ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീമുകൾ ഞങ്ങൾ പരിശീലിപ്പിച്ച ടീമുകളാണ്. അപ്പൊ ഇടുക്കിയിലെ കളക്ടർ പറഞ്ഞിട്ട് അവിടുത്തെ വോട്ടർമാരെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് എഴുതി. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വന്നാലോ അല്ലേ. പ്രശാന്ത് എഴുതിയ പാട്ടാണ്. ആരാ പാടിയത്? ബാബു മാഷറിന് മഞ്ചേരി ഇപ്പൊ ഇടുക്കിയിൽ വർക്ക് ചെയ്യുന്ന സാറാണ്, സംഗീതാധ്യാപകൻ. ശരി, നമുക്കൊന്ന് പാടി നോക്കിയാലോ. അത് രണ്ടുപേര് പാടാം. ഞാൻ ബേസിക്കലി പാട്ടുകാരനല്ല, എഴുത്താണ്. അതിങ്ങനെയാണ്. കാവലാളുകൾ നമ്മൾ കാവലാളുകൾ, കാവലാളുകൾ നമ്മൾ കാവലാളുകൾ, ഭാരതത്തിൻ ഭാഗധേയം നിർണയിക്കുവോർ, ഭാരതത്തിൻ ഭാഗധേയം നിർണയിക്കുവോർ, കർമ്മബോധമുണരണം, പൗരബോധമുണരണം, കർമ്മവീഥി തെളിയണം, ജനാധിപത്യ ഭാരതം പൂത്തുലഞ്ഞു വിലസണം, ജനാധിപത്യ ഭാരതം പൂത്തുലഞ്ഞു വിലസണം. ഇടുക്കിയിലെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രചരണ ഗാനമാണ് അല്ലേ, സർക്കാർ എഴുതിയിരിക്കുന്നത്. താങ്കളുടെ വരികളാണ്. ഓക്കെ, അപ്പൊ പ്രശാന്ത് ഒരു എഴുത്തുകാരനാണ്. അപ്പം എഴുത്തുകാരും പാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെയുള്ള ആ പഴയ മഞ്ചേരി ഓർമ്മയുണ്ടല്ലോ, ആ മഞ്ചേരിയുടെ ഒരു തനിയാവർത്തനമാണ് 2024 അല്ലേ. എങ്ങനെയാ ഇവിടുത്തെ ഒരു സാധ്യത? തീർച്ചയായിട്ടും ഈ വർഷം 2024 ആവർത്തിക്കും. അപ്പം ഒരു വസീഫ് ഒരു അപ്രതീക്ഷിത വിജയം നേടുമെന്നാണ്. തീർച്ചയായിട്ടും. ആണോ? ഒരിക്കലുമില്ല. ഇടതു വലത് മുന്നണികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുൽ സലാം വലിയ മുന്നേറ്റം സൃഷ്ടിക്കും. അബ്ദുൽ സലാമിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കും. നിങ്ങൾ BJP കടുത്ത സ്ഥാനാർത്ഥികളെ എല്ലാ തരത്തിലും നിർത്തിയേക്കുന്നത്. വയനാട്ടിൽ K സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്നു നേരിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ. കഴിഞ്ഞ തവണ ഒരു 78,000 വോട്ടാണ് പിടിച്ചത്. 1 ലക്ഷം കടക്കും. തീർച്ചയായിട്ടും 1 ലക്ഷം കടക്കുമെന്നല്ല, വിജയ പ്രതീക്ഷ മാത്രമേ BJPക്കുള്ളൂ. ഈ അബ്ദുൽ സലാമിനെയൊക്കെ മലപ്പുറം മണ്ഡലം അംഗീകരിക്കൂ? തീർച്ചയായിട്ടും. വിദ്യാസമ്പന്നനാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഉൾക്കൊള്ളുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഒരുപാട് കാലം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ വണ്ടി കയറ്റില്ല എന്നൊക്കെ ഒരു പരാതി അത് പാലക്കാട് ജില്ലാ റാലിയിൽ അദ്ദേഹത്തെ കയറ്റില്ല എന്നുള്ള കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ മുൻകൂട്ടി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ഗുഡ് ലക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ആ വണ്ടിയിലേക്ക് ആനയിച്ച് സ്ഥാനാർത്ഥിയാണ് പ്രധാനമന്ത്രി. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ആ വിവാദത്തിൽ ആവശ്യമില്ല. പാലക്കാട് ജില്ലാ റാലിയിൽ മലപ്പുറം മണ്ഡല സ്ഥാനാർത്ഥിക്ക് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. പൊന്നാനി മണ്ഡലം പാലക്കാട് ജില്ലയുടെ ഭാഗമായതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ എന്താ ഒരു അവസ്ഥ മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ 2004 ആവർത്തിക്കും എന്നുള്ളത് എന്തുകൊണ്ടാണ്? എന്താണ് 2004 ആവർത്തിക്കും? ഈ 70 മത്സരിക്കാൻ തുടങ്ങിയല്ലേ ബഷീർ? 50 കൊല്ലമായിട്ടും മതിയായിട്ടില്ല. പുതിയ ചെറുപ്പക്കാരിക്കായിരിക്കും കൊടുക്കൂല. അപ്പൊ ഇവിടെ 2004 തന്നെ ആവർത്തിക്കുള്ളൂ. 55 വർഷമായി മത്സരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, എന്റെ സംശയം അതല്ല. ഇപ്പം E.T. മുഹമ്മദ് ബഷീറും ഈ പറയുന്ന സമദാനിയും ഒക്കെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ വളരെ നന്നായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതിന് ചെറുപ്പക്കാരും ഉണ്ടല്ലോ. അതിനെക്കാട്ടി നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയ ചെറുപ്പക്കാർ ലീഗിലുണ്ട്. KM ഷാജിയിലെ ലീഗ് പ്രായമായ ഇതൊന്നല്ല. 77 ഇവിടെ മത്സരിക്കാൻ തുടങ്ങിയ, തിരുവമ്പാടിയിൽ മത്സരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം കഴിവുള്ളവരോ ആയതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും തെരഞ്ഞെടുത്ത് പോകുന്നത്? നടക്കാനുള്ള ഇതെങ്കിലും വേണ്ടേ? നിങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ചത്തെ മാതൃഭൂമി വായിച്ചല്ലേ? 74 കൊല്ലത്തിന്റെ ഇടക്ക് 6 പേരാണ് ഇവര് രാജ്യസഭയിലേക്ക് അയച്ചേക്കണത്. അപ്പൊ കൂടുതൽ ആളുകൾ വരണം, കൂടുതൽ പുതുമുഖങ്ങൾ വരണം, യുവാക്കൾ വരണം. അപ്പോൾ അതിൽ വസീഫ് ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ളൊരു പരിഗണന കൂടിയുണ്ട് അല്ലേ? അപ്പം അതാണ് കൗൺസിലറെ, ഈ ചെറുപ്പക്കാരനാണ് എന്ന പരിഗണനയാണോ പ്രധാനമായിട്ടും LDF സ്ഥാനാർത്ഥിക്കുള്ളത്? തീർച്ചയായും ചെറുപ്പക്കാർ വരണം ഇനി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ ചെറുപ്പക്കാരെ വരാതെ ഈ പ്രായമുള്ളവരെ മാത്രം പക്വത വേണം അല്ലേ? അപ്പൊ വസീഫിന് പക്വത ഇല്ലാന്നാണോ പറയുന്നത്? അപ്പൊ നമ്മള് അബ്ദുള്ള കുട്ടീനെ ഇതേമാതിരി ചെറിയ ഏറ്റവും പ്രായം കുറഞ്ഞ MP പറഞ്ഞ ആളാണ്. അതെ. എന്നിട്ടിപ്പോ എവിടെ എത്തി നിൽക്കുന്നു അല്ലേ? അങ്ങനെ ചോദ്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംശയം വസീഫിനെതിരെ ഉന്നയിക്കുന്നത് ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാരൻ തന്നെയാണ്. അതൊന്നും അല്ല പ്രശ്നം. ചെറുപ്പക്കാരും വരണം, പ്രായമായവരും വരണം, എല്ലാവരും. E.T. മുഹമ്മദ് ബഷീറിന് സമദാനിക്കും അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ലീഗിന് പറ്റാതെ പോകുന്നു എന്നുള്ളത് ലീഗിന്റെ ഒരു ബാധ്യതയല്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. ലീഗിന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് അവർ അതേപോലെ സമയത്ത് ആ വ്യക്തമായ സമയത്ത് പറയുന്നുമുണ്ട്. അതല്ല ഇപ്പോഴത്തെ പ്രശ്നമുള്ളത്. കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പ്രായം നോക്കിയോ? എന്താ E.T. മുഹമ്മദ് ബഷീറിനെ മാത്രം പറയുന്നത്? തോമസ് ഐസക് അവർക്ക് പ്രായമല്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആ പ്രായം പറഞ്ഞ ചേട്ടൻ ഇവിടെ പോയി? ഈ വന്നാട്ടെ. ആ പ്രായം പറഞ്ഞ ചേട്ടൻ പോയോ? സ്ഥലം മുങ്ങി. ആ ചേട്ടൻ അത് പറഞ്ഞിട്ട് വിട്ടു, സ്ഥലം വിട്ടു. അപ്പോ എങ്ങനെയാ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് ഇവിടുത്തെ രാഷ്ട്രീയ നിലപാട്? ഇടതുപക്ഷത്തിന് ഈ വാർഡ് മുഴുവൻ ഞങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ മതേതരത്തെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ഇവിടെ ഈ വാർഡിൽ ആകെ ഉള്ളത് ഒരു 50ഓളം വോട്ടേ മുസ്ലിം വോട്ടുകളുള്ളൂ. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ ഇവിടെ നിർത്തിയിട്ട് 500-ൽ പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച 2 തവണ വിജയിപ്പിച്ച ഒരു വാർഡാണ്. ഒരു മതേതര സ്വഭാവമുള്ള ഒരു വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ രാഷ്ട്രീയ കാര്യത്തിനോടൊപ്പം തന്നെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. മഞ്ചേരിയുടെ പാട്ട് അല്ലെ, മഞ്ചേരിയിലെ പാട്ട് കലാകാരനായ ഹാരിസിന്റെ പാട്ട് നമുക്ക് കേട്ടാലോ? അപ്പോൾ രാഷ്ട്രീയ വർത്തമാനത്തോടൊപ്പം നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം. ആ പാട്ടിന് മുൻപ് ഒരു ചെറിയ ഇടവേള വേണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഫി വിത്ത് അരുൺ ഓൺ ഇലക്ഷൻ വീൽസ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മഞ്ചേരിയിലുള്ള കോവിലകം കുണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണെന്ന് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഭാഗത്ത് ക്ഷേത്ര ഉത്സവം നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു ഭാഗത്ത് മനോഹരമായ ആല്, അതിനപ്പുറം ഒരു പാടം, അതിനപ്പുറം കോവിലകം അല്ലേ? മനോഹര